ഗൈസ് വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകുന്നത്. എവിടെ വാവേ? വാവയ്ക്ക് അറിഞ്ഞൂടെ, വാവയുടെ സർപ്രൈസ് ആയിട്ടാണ് കൊണ്ടുപോകണം. നമ്മൾ കുറച്ച് ദൂരെയാണ് പോണത്. വാവ ഇതുവരെയും ഇത്ര ദൂരെ മറന്നുപോയെന്ന് തോന്നുന്നു പേര്. ആ ഇതുവരെയ്ക്ക് ഇത്ര ദൂരെ യാത്ര ചെയ്തിട്ടില്ല. ഭാവിയെ ഓർത്ത് ഞങ്ങൾക്കാണ് ടെൻഷൻ. ഇരിക്കുമാ ഇല്ലയോ? ഇരിക്കണം, ഉറങ്ങാതെ ഇരിക്കണം, എങ്കിൽ തന്നെ നമുക്ക് അവിടെ എത്താൻ പറ്റും. താങ്ക് യു സോ മച്ച് എന്നാണ് ഉദ്ദേശിച്ചത്. വാവ ഫുള്ള് ചില്ലാണ്. ഇന്ന് രാവിലെയാണ് വാവ പറഞ്ഞത് വാവ വരണമെന്ന്. ഇന്നലെ വന്നിടപ്പോ കാലിടിച്ചെന്ന് തോന്നണേ, പക്ഷെ അവ ഒന്നും പറഞ്ഞില്ല. കാലിങ്ങനെ ആയിരിക്കണം അവയുടെ. ശരി, അപ്പൊ നമുക്ക് പോവാം. മാവ ഇതുവരെയ്ക്ക് പ്ലെയിനിൽ പോയിട്ടില്ല. അപ്പൊ നമുക്ക് പോവാം. അബിന് ഇന്ന് എക്സാം ആയതുകൊണ്ട് അബിന് കോളേജിൽ പോയി. അബിന്റെ സാധനം എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് അബിന് പോയത്. നമ്മൾ പോകുന്നു, അബിനെ എടുക്കുന്നു, നമ്മൾ ട്രിപ്പിൽ പോകുന്നു. കോളേജ് കാണാമോ ആദ്യം? ഇന്ന് വാവയാണ് കാർ ഓടിക്കാമല്ലേ? ഇല്ലല്ല, വാവ കാറിലെ ക്യാപ്റ്റൻ. അച്ഛാ ചോട്ടി എന്ത് ഉറങ്ങാതിരുന്ന് ഓട്ടിക്ക് ഇത്ര ദൂരത്ത് പോണതാണ്. ശരി മാഡം, നിങ്ങളെ മോന്റെ അടുത്ത് വിളിച്ച് പറയും. ഭയങ്കര ടെൻഷനായിട്ടിരിക്കും. സന്തോഷമേ ഞാൻ ഹാപ്പിയാണ്. മോ ഹാപ്പി അല്ലേ? ഹാപ്പി ഇല്ലേ? ഹാപ്പി ഇല്ലേ? എന്ത് പറ, ഹാപ്പി ഇല്ലാത്ത കാരണം പറ. ഇപ്പൊ ഹാപ്പി ആയ? കുഴപ്പമില്ല. പൊടി കുട്ടികൾ ഇതിന്റെ മുകളിൽ നിന്ന ഒന്നില്ല, പറന്നു പോകും. നീ കാക്കത്തൂർ അത് നിനക്ക് വിഷമില്ലേ അമ്മേനെ തിരിഞ്ഞിരിക്കുന്നതില്? അമ്മ ഒറ്റയ്ക്കല്ലേ, നിനക്ക് വിഷമില്ലേ? എങ്ങനെ ഇരിക്കണേ? ഓ, പുതിയ ടയർ ഇടാം. ട്രിപ്പല്ലേ പോകുന്ന? പുതിയ ടയർ ഇടണ്ടേ? എന്താ ഹാപ്പി ആയിട്ടിരിക്കാണ് അമ്മ. ഇടക്കിടക്ക് പറയണേ. നിങ്ങളെ കൂടെ യാത്ര ചെയ്യുമ്പോ അതൊരു സുഖമല്ലേ? എനിക്കൊരു സുഖമില്ല. കാഞ്ഞങ്ങളം തന്നെ എത്തി. പപ്പ തിരിച്ചു ബസ് ഇവിടെ നിന്ന് കിട്ടും 20 രൂപ തന്നെ. എവിടെ ബസ് കിട്ടുമോ അവിടെ വിട്ടാൽ മതി, ഞാൻ തിരിച്ചു നോക്കള്ള. പപ്പനെ പറഞ്ഞേക്കാൻ വീട്ടിൽ തിരിച്ച് വേണ്ടേ? അപ്പൊ ശരി, ബാബ പറഞ്ഞോണ്ട് അല്ല ഇപ്പൊ പറഞ്ഞേക്കും. വേറെ അരമണിക്കൂർ എടുക്കും. കഴിച്ചാലോ നമുക്ക് എന്തെങ്കിലും? കഴിക്കാം. കാർ എയർ ചെക്ക് ചെയ്യണം, അലൈൻമെന്റ് ചെക്ക് ചെയ്യണം, എല്ലാം ചെക്ക് ചെയ്യണം. അരമണിക്കൂർ എടുക്കും. ചുരമൊക്കെ കയറേണ്ടതാണ്. ബേക്കറിൽ കയറാനാ ചായ കുടിക്കാനാ? ജ്യൂസ് വേണോ ചായ വേണോ നിനക്ക്? ചോറ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് ചോറ് കഴിച്ചിട്ടില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി. കഴിച്ചില്ലേ? ബർഗർ എന്തോ ചാവ് ചൂടുണ്ടോ? ചൂടില്ലേ? എങ്ങനെ കഴിക്കണമെന്ന് കാണിച്ചേട്ടാ. ഇങ്ങനെ കഴിക്കണം. ഇങ്ങനെ കഴിക്കണേ. അപ്പ വേണ്ടെന്ന് പറഞ്ഞതാണ്. നിന്ന് പറ്റിക്കാൻ. അപ്പൊ അച്ചാച്ചൻ ഒരു കടിയേ? അച്ഛൻ ഒരു കടി കഴിക്കത്താ? അച്ചാച്ചൻ കഴിക്കുമ്പോ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ എന്ത് കഴിക്കും? മുട്ട പോയി. നിങ്ങൾക്ക് ആർക്ക് ഐസ്ക്രീം ഇല്ല? എനിക്ക് ഐസ്ക്രീം കണ്ടു. കാർ അവർ കൊണ്ടുപോയി. വലിയ കംപ്ലൈന്റ് ഉണ്ടെന്ന് തന്നെ. അന്ന് ഇടിച്ച ഇടിയിൽ ടയറൊക്കെ വളഞ്ഞിരിക്കണമെന്ന്. ടയർ മാറ്റണം, നല്ല സ്ഥലത്ത് പോകാൻ പറ്റില്ല. എനിക്ക് ടയർ മാറ്റണം, വേറെ കടലിൽ ശരിയാക്കുന്നുണ്ട്. ട്രിപ്പ് ക്യാൻസൽ. വാ നമ്മൾ വണ്ടിയെല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആക്കി സെറ്റ് ആക്കി നമ്മളിപ്പോ ഇറങ്ങുന്ന. അബിന് നമ്മൾ ഉറങ്ങിയ എല്ലാവരും ട്രിപ്പ് ഇപ്പൊ തന്നെ തുടങ്ങി.
ക്ഷീണം. എന്തോന്നു അവർക്ക് ക്ഷീണം. 50 കിലോമീറ്റർ ദൂരമില്ലേ? ഇല്ല ഞാനും വാവ അഭിനയിക്കണില്ല വാവേ നോക്കട്ടെ വാവയുടെ അഭിനയം നോക്കട്ടെ. വാവേ അഭിനയിക്കാൻ ഇപ്പൊ എണീറ്റ നിന്നെ പറ്റിച്ചടാ. ഞാനേ വിശ്വസിച്ചു ഞങ്ങക്ക് ഉറക്കം. പരീക്ഷ 5 മണി തീരുന്നു പറഞ്ഞേ. ഇല്ല, 4:30 പരീക്ഷ തീർന്നു. അല്ല അവൻ എന്തോ വർക്ക് വെക്കണം. അവൻ പറഞ്ഞു അവൻ ആ വർക്ക് വെച്ചാൽ വയനാട് വരാൻ പറ്റും. കൊച്ചില്ലെങ്കിൽ തുറക്കണമെന്ന് പറഞ്ഞാൽ നിന്നെ ഇവിടെ ഇറക്കി വിടും. തുറന്നിട്ട് അതുവഴി ഇറങ്ങിവിടും നിന്നെ. നിൽക്കുന്നു പോലീസിനോട് കേട്ടോ തന്നെ. എക്സാം ജയിച്ചാ എക്സാം പ്രോജക്റ്റ് എല്ലാം ജയിച്ച് വണ്ടിയുടെ ബാക്കി ഇറങ്ങുമോ എല്ലാരും ചെലവ് വിഷ്ണു എങ്ങനെയാ? ഇവയില്ലേ ഇവ എത്ര ബാക്കിൽ ഇരുന്നാലും ഇവൻ പറഞ്ഞു തരത്തില്ല. എത്ര ബാക്കി എത്ര പൊറോട്ട ബീഫ് രാവിലെ എക്സാം ഹോളിൽ പോയപ്പോ കഴിച്ചിട്ട് പോയത് അത് 6 മണിക്ക് വെറും ഉപ്പുമാവ്. നല്ല വിശക്കണ 7 മണിയായി. നിനക്ക് വാവയ്ക്ക് എന്താണോ സ്ലീപ്പിംഗ്. ഫുഡ് കഴിച്ചാലേ ട്രിപ്പ് എനർജി ആയിരിക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും വേണോ അംബാനി വൈബ്. ഇപ്പൊ തുടങ്ങിയപ്പോഴേ എല്ലാരും തീറ്റ. വാവ എന്തോ തിന്നണം? ആ പൊറോട്ട തിന്നാനാ വന്നത് നിങ്ങള്? പിന്നെ കണ്ട തിന്നോണ്ടിരിക്കണം. ഞാൻ എനിക്ക് വിശന്നപ്പോ എല്ലാരും കൂടെ കഴിക്കാന്ന് വിചാരിച്ചു. സ്നേഹം പകുതി പോലും എത്തിയില്ല. ഇവരൊക്കെ തളന്ന് കാല് ഭയങ്കര വേദന. കൊച്ചിന്റെ പകുതി തന്നെ തളന്ന് ഇവര്. നമ്മൾ ഈ രോഗികളുമായിട്ടാണ് പോണത്. അതുകൂടെ ഓർക്കണം അവന്. ഈ രോഗികളെല്ലാം കിടന്ന് ഉറങ്ങി. ഒരു പ്രാവശ്യം നോക്കിയപ്പോ ഞാൻ മാത്രമായിരുന്നു ഓടിക്കുന്നത്. ഞാൻ ഉറങ്ങില്ല. ഇവരെല്ലാരും കള്ളം പറയണു. ഇവരെല്ലാരും കിടന്നുറങ്ങി, ഞാൻ മാത്രം എണീറ്റു. ഉറങ്ങരുത്. കാരണം ഉറങ്ങാൻ പാടില്ല. മറ്റേ വീഡിയോ ശരി ശരി പോട്ട്. ഇറക്കൂടും ഉണ്ടായിരുന്നില്ലേ? ഇനിയും പകുതി കൊണ്ടത് കാല് ഇപ്പോഴേ വേദനിക്കാൻ തുടങ്ങി. യാത്ര ചെയ്യുന്നവരെ നിങ്ങൾ മെടുക്കലാണ്. പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചു? കഷ്ടപ്പെട്ടാണ് യാത്രയാണ്. എങ്ങനെ ഇത്രയും ട്രാവൽ ചെയ്തൊക്കെ നിങ്ങളെ പോലെ മക്കളെ ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് പോണല്ലേ. കാരണമായതുകൊണ്ടാണ്. കഷ്ടപ്പെട്ടാലും നമ്മൾ എൻജോയ് ചെയ്യണം. അതാണ് നമ്മുടെ ഇത്ര ദൂരം പോകുന്നതല്ല വൈബ്. ഈ കാറിനകത്തിരിക്കുന്ന ഫണ്ണ് ഇതൊക്കെയാണ് മെമ്മറീസ്. എന്തൊക്കെ പറയാന്നറിയാമോ? അങ്ങനെ നമ്മള് രാത്രി എറണാകുളത്ത് എത്തി, സേഫ് ആയിട്ട് എത്തി ഗൈസ്. സാധാരണ ഞങ്ങള് കൊച്ചിയിലൊക്കെ വരുമ്പോ ഇവർക്ക് ഭയങ്കര പേടിയായിരിക്കും. ഇപ്പൊ ഞങ്ങളുടെ കൂടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്തപ്പോ എന്ത് തോന്നി? ഭയങ്കര ക്ഷീണം തോന്നുന്നു. അമ്മ എന്ത് തോന്നുന്നു? നല്ല ക്ഷീണം. ഫുള്ള് ഉറക്കമായിരുന്നു. ഞാൻ ഉറങ്ങില്ല. ഫുള്ള് ഉറക്കമായിരുന്നു. ഞാൻ ഉറങ്ങിയില്ല. ഇനിയും ട്രാവൽ ചെയ്യേണ്ട കാര്യം ഓർക്കുമ്പോ ഭയങ്കര കാറില് യാത്ര ചെയ്യുമ്പോ ഞാൻ ഉറങ്ങുന്നു. ഇവിടുത്തെ ഉറങ്ങുമ്പോഴേ മറ്റേ സ്റ്റൈൽ പോസ് ഒക്കെ ഇട്ടാണ് കിടന്ന് ഉറങ്ങുന്നത്. വാവേ സ്ഥലമെത്തി, വാവേ സ്ഥലമെത്തി. നീ വാടാ, ഞാൻ ഉറങ്ങാൻ പോണു. എനിക്ക് ഉറക്കാറ്. ഞങ്ങൾ ഇവിടെ കിടക്കാം, നിങ്ങൾ വന്നടിക്ക് അവിടെ കിടക്കാൻ പോണു. നിങ്ങൾ എടുത്തിട്ട് അവിടെ പോയി കിടന്ന് ഉറങ്ങി. പൂച്ചാണ്ടി ഒരു രാത്രി ഉറങ്ങി കിടന്ന് ഉറക്കത്ത് തൂക്കിയെടുത്തോണ്ട് നിർത്തി കിളി പറഞ്ഞ ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ ഇത് യാതൊരു ജില്ല. ഈ സ്ഥലമൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ തൂക്കിയോടെ നിർത്തിയിട്ട് ഇങ്ങനെയാണ്. എന്താ കൊറേ ബിൽഡിംഗ് ഇരിക്കുന്നു. എവിടെ എത്തിയത്? കൊച്ചി എത്തിയേ. കൊച്ചി എത്തി വാവേ. വാവയുടെ ഫേവറേറ്റ് സ്ഥലമാണ് കൊച്ചി. നിങ്ങൾ ആര് വാവിനോട്ട് ഒന്നും വിചാരിക്കില്ല. വാവ കിളിയാണില്ലേ വാവി? കൊറേ ബിൽഡിംഗ് ഇരിക്കണ. നമ്മൾ എവിടെ നിൽക്കുന്നു? ബാബ രാവിലെ നോക്കണേ, സൂപ്പർ ആയിരിക്കും ഈ സ്ഥലം. നമ്മളങ്ങനെ ഇന്ന് രാത്രി കൊച്ചി എത്തി. നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ നമ്മൾ ഇവിടെ അടുത്ത സ്ഥലത്തോട്ട് തിരിക്കുവാണ്. അതിന്റെ മുമ്പ് ഒരു സംഭവം ഉണ്ട്, അത് നാളെ കാണാം. ഗൈസ് അങ്ങനെ നമ്മൾ രാവിലെ അങ്ങനെ ഉറക്കം എഴുന്നേറ്റിട്ട് നമ്മളെ ചലിക്കുവാണ്. നമ്മളിപ്പോ എവിടെ നിൽക്കണമെന്ന് പറയാൻ കൊച്ചിയില് കാക്കനാട്. ബാബയെ ഞാൻ അത് പറഞ്ഞോട് പറ്റിച്ചത്. എവിടെ നിൽക്കുക നമ്മള്? ബിൽഡിംഗ് ഇഷ്ടപ്പെട്ടാ? നീ ഇവിടെ താമസിക്കും, ഞങ്ങള് പോട്ടാ. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി വേറെ ഒരു സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ വേറെ ലോങ് റൈഡ് പോകാൻ പോകുന്നത്. വീട്ടിൽ പോകാൻ പ്ലാൻ ഒന്നും ഇല്ല കേട്ടാ. നമ്മൾ നോർത്ത് ഇന്ത്യ ട്രിപ്പ് ഇങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് എവിടെയൊക്കെ പോയില്ലേ, അതുപോലെ നമ്മൾ ഒരു 5-6 ദിവസം എവിടെയെങ്കിലും ഒക്കെ പോകും. ഇല്ല ബാബയ്ക്ക് വെക്കേഷൻ. നിനക്ക് ഇത്ര ടെൻഷനാ? ടെൻഷൻ അടിച്ചാലാണ് വെള്ളം മുടി പറഞ്ഞത്. നമുക്ക് ഇറങ്ങാം. എഴുന്നേപ്പിച്ച് വിട്ടിരിക്കുന്ന എന്നെ. എല്ലാരും റെഡിയായതിനു ശേഷമാണ് ഇവൻ എഴുന്നേപ്പിച്ചത്. എന്നിട്ട് എന്റെ ഉറക്കം ചെയ്യുന്നില്ല. എനിക്ക് ഉറക്കം. കനവുണ്ടോ തിനവുണ്ടോ ചിരവുണ്ടോ തിരിവുണ്ടോ തീരാ അങ്ങനെയൊക്കെയാണ് കേട്ട പാട്ട് എന്റെ മനസ്സിൽ. അവ സ്ട്രോങ് ആണ്.
നല്ല വെയിറ്റ് ഉള്ളത്. തൂക്കാൻ പറ്റുന്ന സാധനം തൂക്കിട്ട് പോടാ. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് മാത്രം തന്നെ ഈ സ്വഭാവം. അവർക്ക് എവിടെ പോയി ഫോട്ടോ എടുത്തു കൊടുക്കണം. ഇതിനെ പോലെ ഫോട്ടോ എടുത്തോടാ പോടാ. ഫോട്ടോഗ്രാഫർ മണ്ടയില് വെയിലടിക്കുന്നു. അബിൻ ഫോട്ടോഗ്രാഫി സ്കിൽസ് കൊള്ളാന്നല്ല കൊള്ളാം. ഫോണിന്റെ ക്വാളിറ്റി ഞങ്ങൾ കൊള്ളൂലെന്നാണ് പറയുന്നത്. കഴിക്കാൻ എന്താണോ എനിക്ക്? അമ്മയ്ക്ക് വിശക്കുന്നില്ല കേട്ടാ. നമ്മളെ കാറിലൊരു സാധനം ഇരിക്കണ് വിശപ്പ് മാറ്റാൻ. നമ്മളിപ്പോ വന്നത് സ്വർണ്ണക്കടയില്. സ്വർണ്ണക്കടയിൽ എന്തിനു വന്നു നമ്മൾ? സ്വർണ്ണം എടുക്കാൻ വേണ്ടി. സ്വർണ്ണക്കടയിൽ പിന്നെ ഡ്രസ് എടുക്കുകയും. അപ്പൊ നമ്മൾ സ്വർണ്ണം മേടിച്ചു. നമ്മളിപ്പോ എവിടെയാ പോകുന്നതെന്ന് അറിയോ? സർപ്രൈസ്. ഉരുണ്ടി തന്നെ പറഞ്ഞു. ഈ സ്ഥലം കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? എത്ര മാസമല്ലേ ഇവിടെ വന്ന്? ഞാൻ ഇടയ്ക്കാനോ നിങ്ങൾ പോയി. അതിന്റെ ബൂട്ട് ക്യാമ്പിൽ നൗഫലിക്കയുടെ വാവ പ്രസവിച്ചു. അയ്യോ വാവ നൗഫലിക്ക പുതിയ വാവ കൊണ്ടുവന്നു. മുടി കണ്ടില്ല. മുടി കണ്ടില്ല. ഒരു മുടി കണ്ട എന്തിനും കണ്ടില്ലേ? മൊഞ്ചനായിരുന്നു. മറ്റേ യൂണിവേഴ്സ് ഇതാരാണ്? ഞങ്ങൾ വാവ എടുക്കുന്നേ. പുതിയ കൊച്ചാണ്. ഞങ്ങൾ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ? ഭയങ്കര സുഖമായിരുന്നു. പേര് സുഖപ്രസവം. എന്നെ കാണുമ്പോ മാത്രം മാവ കരയും. നീ ഇങ്ങനെ തന്നെ ഉറങ്ങണത്. വാവയ്ക്ക് പിന്നീട് വിട്ടുകൊടുത്താ മതി. ഫസ്റ്റ് ഗിഫ്റ്റ് 10 ദിവസം ആയെന്ന്. ഞാൻ പറഞ്ഞു അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞു. ഇവളുടെ അടുത്ത് പറയാൻ വിട്ടു. അടുത്ത് വരുമ്പോ പാക്കല. എന്ത് ഞങ്ങള് കൊച്ചിനെ കാണാൻ തന്നെ വന്ന്. ശരി പോട്ടോ. ഗൈസ് അടുത്ത് നമ്മള് കോഴിക്കോടാണ് പോകുന്നത് ഗൈസ്. ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലായിരിക്കും ഗൈസ്. നമുക്ക് കോഴിക്കോട് വെച്ച് പാക്കണം. ഓ